ഭാർഗവിക്ക് ആരെയാ സംശയം? എന്നുവെച്ചാ മീരയുടെ കൊലയാളി ആരാണെന്ന് ഭാർഗവിക്ക് കൃത്യമായിട്ട് അറിയാലോ. ആരാ ഭാർഗവി അത്? ഭാർഗവിയാണ് പേര് പറഞ്ഞതെന്ന് ഒരിക്കലും ഞങ്ങൾ പുറത്തുവിടില്ല. മാത്രമല്ല, അതോടെ ഭാർഗവി പോലീസിന്റെ വേണ്ടപ്പെട്ട ആളാവുകയും ചെയ്യും. പറഞ്ഞു. എനിക്കറിയില്ല മാഡം, സത്യമായിട്ടും എനിക്കറിയില്ല. നിനക്കറിയില്ല? വേണ്ട അതുല്യ, ഭാർഗവി പേടിച്ചിരിക്കുന്നോണ്ട് പറയാത്തതല്ലേ. ഭാർഗവി എല്ലാം തുറന്നു പറയും. നമുക്ക് പറയിപ്പിക്കാം. സമയമല്ലേ ഉള്ളത്. ഭാർഗവി നമ്മുടെ ആളല്ലേ. ദേവിക എങ്ങനെയുള്ള ആളാ? നല്ല കുട്ടിയാ മാഡം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു രഹസ്യം ചോദിക്കട്ടെ. വാസ്തവത്തിൽ ഈ നല്ല കുട്ടിയായ ദേവിക മുരളിയുടെ ഭാര്യയാണോ നന്ദന്റെ ഭാര്യയാണോ? നന്ദമോന്റെ ഭാര്യ. പക്ഷെ സ്വന്തം മോന്റെ ഭാര്യയായിട്ട് കുറച്ചു ദിവസം ഭാർഗവിയുടെ വീട്ടിലുണ്ടായിരുന്നല്ലോ, അല്ലേ? ഭാർഗവി, പേടിക്കണ്ട. പിള്ളേരല്ലേ, ഇതൊക്കെ സ്വാഭാവികം. നന്ദനെ കല്യാണം കഴിച്ചത് മറച്ചു വെക്കാൻ ഭാർഗവിയുടെ മുരളിയുടെ അറിവോടെ ഒരു ഒളിവിൽ താമസിക്കൽ അല്ലേ? അല്ല, അത് മാഡം. അതായത് രമണ, ദേവികയ്ക്ക് ഒളിവിൽ താമസിച്ചും ആൾമാറാട്ടം നടത്തിയും ഭാർഗവിക്ക് ഒളിവിൽ താമസിപ്പിച്ചും മുൻപരിചയം ഉണ്ടോന്നും മാഡം ചോദിക്കുകയായിരുന്നു. ഇപ്പൊ മനസ്സിലായോ? മാഡം, സത്യമൊക്കെ പുറത്താവുന്നറിഞ്ഞ് പേടിച്ചിരിക്കുക. പേടിക്കണ്ട ഭാർഗവി. അപ്പോ ഭാർഗവി റിഹേഴ്സൽ എടുത്തു കൊണ്ടുവന്ന ആ കഥാപ്രസംഗത്തിലേക്ക് നമുക്ക് വരാം. ചടങ്ങ് നടക്കുന്ന ദിവസം വൈകിയാണ് ഭാർഗവി ചന്ദ്രോത്തെത്തിയത്. അതെ മാഡം, കുറച്ച് താമസിച്ചു. മുരളിയും ഗൗരിയും വന്നില്ലായിരുന്നല്ലേ? ഇല്ല. അന്ന് ചന്ദ്രോത്ത് സംശയകരമായി ആരെങ്കിലും കണ്ടിരുന്നോ? അയ്യോ മോളെ, അയ്യോ മോളെ, അയ്യോ എന്റെ മോള്. കണ്ടിരുന്നോന്ന്? ഇല്ല, ഞാൻ ആരും കണ്ടില്ല. ഇല്ല. മീര, ദേവിക, രജനി, അങ്ങനെ എല്ലാരും ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഭാർഗവി അവിടുത്തെ ജോലിക്കാരിയായിരുന്നില്ലേ? അപ്പോ ചന്ദ്രോത്തെ സകല കാര്യങ്ങളും അറിയായിരിക്കുമല്ലോ, അല്ലേ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.